രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി നാളെയാണ് പ്രദർശനത്തിനെത്തുക. സിനിമയുമായി ബന്ധപ്പെട്ട പലവിധ ചർച്ചകൾ ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ തകർക്കുകയാണ്. ചിത്രത്തിലെ താരങ്ങളുടെ പ്രതിഫലത്തെക്കുറിച്ചൊക്കെയാണ് ആരാധകരുടെ പ്രധാനപ്പെട്ട സംശയം. രജനീകാന്തിന് 200 കോടിയും അതിഥി വേഷത്തിലെത്തുന്ന അമീർ ഖാന് 20 കോടിയും പ്രതിഫലം ലഭിച്ചെന്നായിരുന്നു പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇതിൽ അമീർ ഖാന്റെ പ്രതിഫലത്തെ സംബന്ധിച്ച പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ചിത്രത്തിലെ അതിഥി വേഷത്തിനായി അമീർ ഖാൻ ഒറ്റ പൈസ പോലും പ്രതിഫലം വാങ്ങിയിട്ടില്ല എന്നാണ് താരത്തോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. 20 കോടിയാണ് അമീർ ഖാന്റെ പ്രതിഫലം എന്നുള്ളതൊക്കെ അവർ പാടെ തള്ളുന്നുണ്ട്. ചിത്രത്തിന്റെ കഥ പോലും കേൾക്കാതെയാണ് അമീർ ചിത്രത്തിൽ അഭിനയിക്കാൻ സമ്മതം മൂളിയത്. 15 മിനിറ്റ് മാത്രം വരുന്ന സീനുകൾ മാത്രമാണ് അമീർ ഖാൻ ഉള്ളതെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. രജനീകാന്തിന് ആദ്യം പ്രതിഫലമായി നിശ്ചയിച്ചിരുന്നത് 150 കോടിയായിരുന്നുവെന്നും പിന്നീട് അഡ്വാൻസ് ബുക്കിംഗ് റെക്കോർഡുകളൊക്കെ തന്നെ ഭേദിച്ചതോടെ അത് 200 കോടിയായി ഉയർത്തിയെന്നുമാണ് റിപ്പോർട്ട്. അമീറിന് 20 കോടിയും നാഗാർജുനയ്ക്ക് 10 കോടിയും സത്യരാജന് 5ഉം ഉപേന്ദ്രയ്ക്ക് 4 കോടി രൂപ വീതമാണ് പ്രതിഫലമെന്നും പറയുന്നുണ്ട്. ശ്രുതി ഹാസന് 4 കോടിയും സംവിധായകൻ ലോകേഷ് കനകരാജിന് 50 കോടിയും സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദറിന് 15 കോടിയും എന്നും വ്യക്തമാക്കുന്നു. പൂജ ഹെഗ്ഡെയ്ക്ക് 3 കോടിയും കൂട്ടത്തിൽ കുറവ് പ്രതിഫലമുള്ള സൗബിൻ ഷാഹിറിന് 1 കോടി രൂപയെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.